കുഞ്ഞായിരിക്കുമ്പോൾ പാടത്ത് ഫുട്ബോൾ കളിക്കാൻ പോകും. അന്ന് ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും വലിയ ധാരണയില്ലെങ്കിലും അന്ന് ടീം തിരിച്ചിരുന്നത് മെസ്സി, റൊണാൾഡോ ഫാൻസ് ആരൊക്കെയാണ്. അന്ന് അവരെ മാത്രം അറിയൂ. എന്താണ് മുടിയാടാ. പക്ഷെ ഒരു ദിവസം ഒരു ചേട്ടൻ മാത്രം ഇവർ രണ്ടുപേരെയും തെരഞ്ഞെടുക്കാതെ നെയ്മർ എന്നൊരു പേര്. അന്നാണ് ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ പേര് പറഞ്ഞ ചേട്ടനാണെങ്കിൽ അത്രയും ഭംഗിയായിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. നമ്മൾ കളിക്കുന്ന രീതി പോലെയാണ് നമ്മൾ നമ്മുടെ ഐഡലിനെ തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളുടെ കളി രീതി കണ്ടപ്പോൾ ഈ പറഞ്ഞ നെയ്മറിനെ അറിയാൻ എനിക്ക് കുറച്ചുകൂടെ കൗതുകം കൂടി. അങ്ങനെ തെരഞ്ഞു പിടിച്ച് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു കുഞ്ഞൻ ശരീരം, ഒരു ചെറിയ പയ്യൻ. പക്ഷെ അന്ന് ഞാൻ വായിച്ച ആ പത്രത്തിൽ അവനെക്കുറിച്ച് വാതോരാതെ എഴുതിയിട്ടുണ്ട്. ലോകത്ത് ഞാൻ അതുവരെ കണ്ടിട്ടുള്ള എല്ലാരെക്കാളും ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുട്ബോളാണ് അവൻ കളിക്കുന്നത്. അങ്ങനെ എപ്പോഴോ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലെയറായിട്ട് മാറി. അങ്ങനെ ഒരു ലോകകപ്പ് വർഷം നാട്ടിൽ കെട്ടിയൊരു ഫ്ലെക്സിൽ അവൻ്റെ ചിരിച്ചു നിൽക്കുന്ന ഒരു വലിയ രൂപം കണ്ടിട്ട് ഏറെ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലോകകപ്പ് അവന് സമ്മാനിച്ചത് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ദുഃഖമായിട്ടാണ്. ആ ഒരു ഫൗളിൽ വേദന കൊണ്ട് പൊളിയുന്ന നെയ്മറിനെ കണ്ടപ്പോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സഹിക്കാൻ വയ്യാതെ കഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നെയ്മർ, അയാൾ ഫുട്ബോളിന്റെ രാജാവാണെന്ന ചർച്ചകളിലോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന വാഗ്വാദങ്ങളിലോ ഒന്നും വരാറില്ല. കാരണം രണ്ട് വിഭാഗത്തിലുള്ള ഫുട്ബോൾ ആരാധകർക്കും അയാൾ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഒരു രാജകുമാരനായി അയാൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലോകകപ്പിൽ അയാൾ കളിക്കുന്നു എന്ന വാർത്ത ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് തോറ്റ് പുറത്തായപ്പോ അയാൾ അർഹിച്ച് നേടിയോ അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫുട്ബോളിനെ ഇത്രയും ഭ്രാന്തമായി സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരാൾ ഇനി ആ വേദിയിലില്ല. We really miss you, Neymar. നല്ല വീഡിയോ, സങ്കടം വന്നളിയാ. വീഡിയോ അത് പ്രസന്റ് ചെയ്തത് കണ്ടിട്ട് അടിപൊളി ബ്രോ, കിടിലം വീഡിയോ, ഒന്നും പറയാനില്ല.